വയനാട് മുത്തങ്ങ സമരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിൽ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. എറണാകുളം വിചാരണ കോടതിയുടേതാണ് ഉത്തരവ്. പിഴയടച്ചില്ലെങ്കിൽ പ്രതികൾ 2 മാസം അധിക തടവ് അനുഭവിക്കണം. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ, ബിനു, രമേശൻ കൊയ്യാലിപ്പുര, അനിൽകുമാർ എന്നിവരാണ് കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ പ്രതികൾ. പോലീസ് ഉദ്യോഗസ്ഥരായ അബ്ദുൽ സലാം, ശശിധരൻ എന്നിവരെ തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, വധശ്രമം, ആക്രമണം തുടങ്ങിയ 16ഓളം കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. കേസിൽ 1, 3, 5, 11 പ്രതികൾക്ക് വിവിധ വകുപ്പുകളിലായി ആകെ 19 വർഷം കഠിന തടവും 7 മാസം തടവും വിചാരണ കോടതി വിധിച്ചിട്ടുണ്ടെങ്കിലും ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പ്രതികൾ 5 വർഷത്തെ തടവ് അനുഭവിച്ചാൽ മതിയാകും. സമരത്തിനിടെ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദിന്റെ കേസിൽ പ്രതികൾക്കെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷനെ സാധിച്ചില്ല. ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഈ കേസിൽ പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി. കൊല്ലപ്പെട്ട വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും പരിക്കേറ്റ ഉദ്യോഗസ്ഥരായ അബ്ദുൽ സലാമിനെ 3 ലക്ഷം രൂപയും ശശിധരനെ 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകാൻ കോടതി ശുപാർശ ചെയ്തു.